51,383 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തും 62 പുതിയ കപ്പലുകൾ കൂട്ടിച്ചേർത്തും രാജ്യത്തെ തുറമുഖ രംഗത്ത് വൻ വികസന നീക്കങ്ങൾക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 51,383 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 62 പുതിയ കപ്പലുകൾ ഉൾപ്പെടുത്തിയ മഹത്തായ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലപാത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളാണ് രാജ്യത്തിന്റെ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട പുതുപദ്ധതിയെക്കുറിച്ച് അറിയിച്ചത്. ആഗോള സമുദ്ര വ്യാപാര മേഖലയിലെ പുതിയ സാഹചര്യങ്ങളും വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മന്ത്രി പദ്ധതിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യത്തെ തുറമുഖ മേഖലയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ കപ്പൽ ശേഷി 2.85 ലക്ഷം ഡെഡ് വെയ്റ്റ് ടണ്ണിലേക്ക് ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനായി പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലയെയും ഉൾപ്പെടുത്തി വൻതോതിലുള്ള വികസന പദ്ധതികളാണ് നടപ്പാക്കാനായി ഒരുങ്ങുന്നത്. ഗ്രീൻ എനർജി മേഖലയിൽ ഉയർന്നു വരുന്ന സാധ്യതകൾ കണക്കിലെടുത്ത് അമോണിയ വഹിക്കുന്ന പ്രത്യേക കപ്പലുകളുടെ നിർമ്മാണത്തിനും ഇന്ത്യ തയ്യാറെടുക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതിനായി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സജ്ജമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ സമുദ്ര ഗതാഗത സംവിധാനത്തിലേക്കുള്ള ഇന്ത്യയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. വിവിധ മന്ത്രാലയങ്ങളുടെ ഏകോപനത്തോടെ നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ വ്യാപാര ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ തുറമുഖ വികസന രംഗത്തെ ദീർഘകാല ലക്ഷ്യങ്ങളും പ്രവർത്തന രേഖയും വ്യക്തമാക്കുന്ന ധവളപത്രം തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം ആഗോള വ്യാപാര മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ മുൻനിർത്തി കണ്ടെയ്നറുകൾ, LPG കപ്പലുകൾ, ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ, ഗ്രീൻ ടഗുകൾ എന്നിവയുടെ എണ്ണം അടിയന്തരമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രി ചൂണ്ടിക്കാട്ടി. ഭാവിയിൽ വിതരണ ശൃംഖലയിൽ തടസ്സമില്ലാത്ത സാഹചര്യം ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനും ഈ നടപടികൾ നിർണായകമാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പുതിയ പദ്ധതിയുടെ ഭാഗമായി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചേർന്ന് 59 കപ്പലുകൾ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും വിലയിരുത്തി വരികയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾ വഴി 59 കപ്പലുകൾ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. സമുദ്ര വ്യാപാര രംഗത്ത് രാജ്യത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇത് നിർണായക ചുവടുവയ്പായിരിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ പ്രധാന തുറമുഖങ്ങൾ വഴി 915 ദശലക്ഷം ടൺ ചരക്ക് നീക്കമാണ് നടന്നത്. രാജ്യത്തിന്റെ സമുദ്ര വ്യാപാര രംഗം കഴിഞ്ഞ 11 വർഷമായി സ്ഥിരതയായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നതെന്നാണ് കേന്ദ്ര തുറമുഖ ജലഗതാഗത വകുപ്പ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾ അങ്ങനെ ഫലപ്രദമാകുന്നതായാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സാഗർമാല പ്രോഗ്രാം പദ്ധതിയും തുറമുഖ അധിഷ്ഠിത വികസന രംഗത്ത് സുപ്രധാന സംഭാവനയാണ് നൽകി വരുന്നത്. രാജ്യത്താകെ 6.06 ലക്ഷം കോടി രൂപയുടെ 845 പദ്ധതികളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുരോഗമിച്ചു വരുന്നത്. കോസ്റ്റൽ ബെർത്ത് പദ്ധതികൾ പൂർത്തിയായതോടെ പ്രതിവർഷം 9.84 ദശലക്ഷം ടൺ അധിക ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി രാജ്യത്തിന് കൈവന്നുവെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. സാഗർമാല പദ്ധതിയിൽ കേരളത്തിനും നേട്ടമുണ്ടായിട്ടുണ്ട്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ഇന്ത്യയിലെ ആദ്യ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറിയത് സാഗർമാല പദ്ധതിയുടെ ഭാഗമായാണ്. 2047ഓടെ ഇന്ത്യയുടെ സമുദ്രമേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന അമൃത്കാൽ വിഷൻ 2047 പദ്ധതിയും ഇതിനൊപ്പം സജീവമായി മുന്നേറുകയാണ്. തുറമുഖ വികസനം, കപ്പൽ നിർമ്മാണം, ഹരിത സമുദ്ര ഗതാഗതം, ആഗോള വ്യാപാര ശൃംഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കൽ എന്നിവയെല്ലാം ലക്ഷ്യമിട്ടുള്ള പുതിയ പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയുടെ തുറമുഖ രംഗം രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സായി തന്നെ മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.